ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് രജി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രെയിറ്റനിങ് ചെയ്യാൻ പോവാണ്. പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ആണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹെയർ ആണ് ഞാനിവിടെ സ്ട്രെയിറ്റൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ചേച്ചിയുടെ നന്നായിട്ട് ചുരുണ്ട മുടിയാണ്. ഇതിപ്പം നമ്മൾ ഷാമ്പു ഒക്കെ ചെയ്ത് ഒരുവിധമൊക്കെ ചീകി ഒതുക്കി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ചുരുണ്ട മുടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ലാസ്റ്റ് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതോട് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റൻ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യം വേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹെയർ ബ്രഷ് വേണം. നമ്മുടെ പ്രോഡക്റ്റ് ഹെയറിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഹെയർ ബ്രഷ് വേണം. ഇത് നമുക്ക് വളരെ 10 രൂപയ്ക്കൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ എല്ലാ ഹെയറിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 2 ഗ്ലൗസ് വേണം. നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടതൊരു ഹെയർ ഡ്രയർ, പിന്നെ ഒരു ഹെയർ സ്ട്രെയിനർ എനിക്കൊന്ന് 2012 ഞാൻ വാങ്ങിയ ഒരു നോവയുടെ ഒരു സ്ട്രെയിനറാണിത്. അപ്പം ഈ ഒരു സ്ട്രെയിനറാണ് ഞാനിവിടെ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ക്ലിപ്പ് വേണം. നമുക്ക് ഹെയർ പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കും നമുക്കിതിനിടയ്ക്ക് സ്ട്രെയിറ്റ് ചെയ്യുകയും ഹെയർ നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം ആ വാഷ് ചെയ്യാൻ ഡ്രയറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു ബൗളാണ്. പ്രോഡക്റ്റ് നമ്മൾ ഈ ബൗളിലേക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയാലിൻ്റെ എക്സ്റ്റെൻസോ ഒലിവ് ഷേപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ ന്യൂട്രലൈസ് സ്ട്രെയിറ്റനിങ് ക്രീമും ഉണ്ട്, അതേപോലെ തന്നെ സ്മൂത്തനിങ് ക്രീമും ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ സ്മൂത്തനിങ് ക്രീമാണ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റനിങ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്മൂത്തനിങ്ങിൻ്റെ ക്ലിപ്പ് എൻ്റെ നഷ്ടപ്പെട്ടു പോയി, അതാണ് ഞാനിത് മാത്രമായിട്ട് കാണിക്കുന്നത്. അപ്പം ഈ 2 പ്രോഡക്റ്റാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇതാണ് സ്മൂത്തനിങ് ക്രീം. ഈ സ്മൂത്തനിങ് ക്രീമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത് നമ്മളൊരു ബൗൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെറ്റാലിക് ആയിട്ടുള്ള ബൗളൊന്നും എടുക്കേണ്ട ആവശ്യം. നമുക്കിതുവരെ ഗ്ലാസ് ആയിട്ടുള്ള ബൗൾ നമുക്കെടുക്കാം. എന്നിട്ട് നമുക്കിത് പ്രോഡക്റ്റ് ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു പാക്കറ്റ് മതിയായിരിക്കും ഒരാൾക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ചെടുക്കാം. എന്നിട്ട് ഹെയർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം വീണ്ടും ബൗളിലേക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്തു ജടയൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ നന്നായിട്ട് പാർട്ടീഷൻ ചെയ്യും. ആദ്യം നമ്മൾ ഈക്വലി പാർട്ടീഷനാണ് ചെയ്യുന്നത്. 2 ഭാഗത്തേക്ക് മാക്കി എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ബാക്കിൽ നിന്നായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഇവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതും. ഇത് പ്രൊഫഷണൽസാണ് സാധാരണയായിട്ടിത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ്ങിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എനിക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷേ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇത് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല. നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരാളുടെ ഹെൽപ്പ് മതിയായേ തീരും. അപ്പം ഇപ്പം ഈ ഒരു പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് വാങ്ങിയത് 2019-18 ആയിരുന്നു ഈ 2 പ്രോഡക്റ്റായിട്ട് വാങ്ങിയത്. അപ്പം എന്താ ചെയ്യാം, ഇത്രയും നാളായി. അപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ ഏകദേശം ഈ ഒരു വർഷം കൊണ്ട് തീരും. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു വർഷം ഇനി യൂസ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇനി വാങ്ങി എനിക്കാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ഹെയർ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്തെങ്കിലും ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ഏറ്റവും ടിപ്പിൽ വരെ നന്നായിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഹെയറിലും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഹെയർ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെയറിൽ മൊത്തം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ 20 തൊട്ട് അരമണിക്കൂർ വരെ നമുക്കിത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഹെയർ
നമ്മൾ ആദ്യമേ ഷാമ്പു ഉപയോഗിച്ച് കഴുകിയത് കൊണ്ട് തന്നെ നമുക്കിത് നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തേച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഹെയർ ഡ്രയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുടി നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെയർ സ്ട്രെയിറ്റൺ ചെയ്യാൻ പോവാണ്. ഹെയർ സ്ട്രെയിറ്റൺ ചെയ്തതിന് ശേഷമാണ് നമ്മളിനി അടുത്ത പ്രോഡക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് മുടി നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് സ്ട്രെയിറ്റനിങ്ങും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഒരുമാതിരി നമ്മൾ ഹെയർ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡ്രയറിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അതിൽ ഹീറ്റ് വരുന്ന ഭാഗം, ആ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റനിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒരുപാട് ടൈം, എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ എടുത്തു ഞാനിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട്. കുറച്ച് ക്ഷമയുള്ളവർക്ക് ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമുക്ക് ഇരിക്കുന്നവർക്കാണെങ്കിലും ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് പാടാണിത് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ ആ ഹെയർ ഡ്രയർ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹെയർ നന്നായിട്ട് നിവർന്ന് വരും. ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റനിങ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് ഹെയർ സ്ട്രെയിറ്റനിങ് നമ്മൾ ഹെയർ ഫുള്ളായിട്ട് ഹീറ്റ് നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് ഒന്ന് ഉണങ്ങാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് നിവർന്ന് വരാനും വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ഹെയർ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ സ്മൂത്തനിങ് ക്രീമല്ല അപ്ലൈ ചെയ്തത്. അപ്പോൾ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഹെയർ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് ഇനി ഈ സ്ട്രെയിറ്റൺ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെയർ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് കുറച്ച് മുടി എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹെയർ ഫുള്ളായിട്ടും സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇത്രയും നേരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ട്രെയിറ്റനിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്കറ്റിൽ നിന്നും പ്രോഡക്റ്റ് നമ്മളുടെ ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തതുപോലെ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്രീമും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റൂട്ടിൽ പറ്റാണ്ട് 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഹെയറിൽ നന്നായിട്ട് എല്ലാ ഹെയറിലും പറ്റുന്ന രീതിയിൽ, അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പിലൊക്കെ നന്നായിട്ട് വരണം. കാരണം ടിപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ടിപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ചുരുളിച്ച കാണും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അവിടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തേക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഹെയർ ഫുള്ളായിട്ടും കുറേശ്ശെ എടുത്തിട്ട് വേണം നമ്മൾ ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഫുള്ളായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഡ്രസ്സിൽ ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ടവൽ നമ്മളുടെ ദേഹത്തിടുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈ ചെയ്യുക. അതിനുശേഷം ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് സ്ട്രെയിറ്റ് ആവും. അതിനുശേഷം നമുക്ക് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മുടി സ്ട്രെയിറ്റൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെയറിൽ ഹീറ്റൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമുക്ക് മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനടുത്ത് നമുക്ക് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. അതിനുശേഷം ചെറിയ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേ നമ്മളുടെ സ്ട്രെയിറ്റനിങ് വിജയിച്ചിരിക്കുകയാണ്. നന്നായിട്ട് ചുരുണ്ട മുടിയായിരുന്നു, അതിപ്പോൾ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സ്ട്രെയിറ്റനിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ.